സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു തുടങ്ങുന്ന പ്രായം. മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായിരുന്ന ഒരു മകനും നാടിന്റെ അഭിമാനമാകാൻ കൊതിച്ചിരുന്ന ഒരു മകളും. ഒരു കുടുംബത്തിനും ഇങ്ങനെയൊരു ഗതി വരുത്തല്ലേ എന്നത് മാത്രമായിരിക്കും ഇപ്പോൾ ആ നാട് ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത്. കാരണം ഇവിടെ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതായത് 2 കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്. തങ്ങളുടെ മക്കളെക്കുറിച്ചോർത്ത് അഭിമാനം കൊണ്ടിരുന്ന മാതാപിതാക്കൾ. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവർക്ക് കേൾക്കേണ്ടി വന്നത് മക്കളുടെ ദാരുണമായ മരണവാർത്തയായിരുന്നു. തങ്ങളുടെ ലോകമായിരുന്ന ഏകമകൻ നഷ്ടപ്പെട്ടതോടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പിരപ്പൻകോട് കൊപ്പം ചിറത്തലയ്ക്കൽ വീട്ടിൽ രാജുവും ഭാര്യ സിന്ധുവും. ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജുവും സ്പോർട്സ് കൗൺസിലിൽ താൽക്കാലിക ജീവനക്കാരിയായ സിന്ധുവും വളരെ പ്രതീക്ഷയോടെയാണ് മകനു വേണ്ടി ജീവിച്ചത്. തങ്ങളുടെ ജീവനായിരുന്ന ഏക മകന്റെ ചേതനയേറ്റ ശരീരം വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ ആ നാടൊന്നടങ്കം സങ്കടക്കടലായി മാറുന്ന കാഴ്ചയും അവിടെ കാണാനായി. അതുപോലെ തന്നെയാണ് ആദിത്യനോടൊപ്പം മരണപ്പെട്ട സുഹൃത്തായ ജൂലി ഇഗ്നേഷ്യസ് എന്ന 19-കാരിയുടെ വേർപാടും. ടൈൽസ് പണിക്കാരനായ പിതാവ് ഇഗ്നേഷ്യസും മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരിയായ അമ്മ ശുഭാറാണിയും കായികാധ്യാപകനായ സഹോദരൻ സാമും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. പിരപ്പൻകോട് സ്പോർട്സ് ഹോസ്റ്റലിലായിരുന്നു ജൂലി കഴിഞ്ഞിരുന്നത്. പരീക്ഷയായതിനാൽ ഒരാഴ്ചയായി കാട്ടാക്കട, കട്ടക്കോട്, തൊഴുക്കൽ കോണത്തെ വീട്ടിലായിരുന്നു ജൂലി ഉണ്ടായിരുന്നത്. അപകടം നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപാണ് തിരിച്ച് കോളേജിലേക്ക് പോയത്. സുഹൃത്തിന്റെ ബാഗ് എടുക്കാനായി പിരപ്പൻകോട് ഹോസ്റ്റലിൽ പോകുന്നുവെന്ന് അമ്മയോട് പറഞ്ഞിരുന്നതായി പിതാവ് ഇഗ്നേഷ്യസ് പറഞ്ഞു. ആ പോക്കാണ് ഇവരുടെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി നാഗരുകുഴി പിരപ്പൻകോട് റോഡിലാണ് അപകടം സംഭവിക്കുന്നത്. പാറ കയറ്റി പിരപ്പൻകോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറി കയറ്റം കയറുന്നതിനിടെ പൊടുന്നനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിറകിലേക്ക് വരികയായിരുന്നു. തുടർന്ന് തൊട്ടുപുറകിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിലും അതിനു പുറകിലുണ്ടായിരുന്ന കാറിലും ഇടിക്കുകയും ചെയ്തു. ആദിത്യൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ജൂലിയെ നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മറിഞ്ഞ ലോറി കാറിന് മുകളിലേക്ക് വീണ കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളും കക്കോവ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുമായ യാസിർ, ഋഷിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറ് പൂർണ്ണമായും ലോറിക്കടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നിരുന്നു. ഏറെ നേരം പണിപ്പെട്ടാണ് കാറിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത്. തിരുവനന്തപുരത്തു നിന്നും 5 ലക്ഷം രൂപയ്ക്ക് യൂസ്ഡ് കാർ വാങ്ങി മലപ്പുറത്തേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബിരുദ വിദ്യാർത്ഥിയും ആർച്ചറി താരവുമാണ് ആദിത്യൻ. മാർ ഇവാനിയോസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിനിയും കബഡി ദേശീയ ടീം അംഗവുമാണ് ജൂലി. എന്തായാലും 2 പേരുടെയും ദാരുണമായ മരണം ആ നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്.